50കളിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് മുഖത്തെ ചുളിവുകളായിരിക്കാം, കണ്ണിനടിയിലെ പാടുകളായിരിക്കാം, വരണ്ടുപോയതും മങ്ങിപ്പോയതുമായ ഒരു മുഖമായിരിക്കാം. അപ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സുന്ദരികളാവുകയാണ് ചെയ്യേണ്ടത്, കൂടുതൽ സെൽഫ് കെയർ ചെയ്യുകയാണ് വേണ്ടത്. അതിന് നമ്മൾ വില കൂടിയ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യണമെന്നോ കെമിക്കലുകൾ യൂസ് ചെയ്യണമെന്നോ ഒന്നും തന്നെയില്ല. അതിനുള്ളതെല്ലാം നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ മുഖത്തെ ചുളിവുകൾ കുറയ്ക്കുകയും തിളക്കം വർദ്ധിപ്പിക്കുകയും നമ്മുടെ സാഗിങ്ങൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ മുഖത്തിന് മറ്റൊരു രൂപം നൽകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഫേസ് പാക്കുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ആൻറ്റി ഏജിങ് ക്രീമുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിച്ചേക്കാം, ഇനി ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാണ്, ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങി നടന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നന്നായിട്ട് നടക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരുമാകാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുടെ അടുത്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആരാണ് ഈ ആളുകൾ? ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനല്ലേ ആഗ്രഹിക്കുക? അഥവാ നിങ്ങളെ കുറ്റം പറയുന്ന ആളുകളാണെങ്കിൽ അതവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, അത് നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. ഈ ഒരു ചെറിയ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും സങ്കടങ്ങളും സങ്കീർണതകളും അനുഭവിച്ച് മുന്നോട്ട് പോയേ തീരുകയുള്ളൂ. അവിടെ നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? ആത്യന്തികമായി നമുക്ക് തന്നെയാണ്. ഈ കുറ്റം പറയുന്ന ആളുകളും മരിച്ചു പോവും, നമ്മളും മരിച്ചു പോവും. അവസാനം ബാക്കിയാവുന്നത് സഫലമാകാതെ പോകുന്ന നമ്മളുടെ കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. നമ്മൾ അങ്ങനായി തീരേണ്ടതുണ്ടോ? മറ്റൊരാളെ ഉപദ്രവിക്കാത്തതാണെങ്കിൽ, മറ്റൊരാളെ ദോഷകരമായി ബാധിക്കാത്തതാണെങ്കിൽ, നമ്മുടെ സന്തോഷങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും നമുക്കുണ്ട്. ഇനി ആരെന്ത് വിചാരിക്കുമെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ അലമാരയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരി എടുക്കുക, അതെടുത്തൊന്ന് ഉടുക്കുക, എന്നിട്ടൊരു പൊട്ട് വെക്കുക, മുടിയൊക്കെ ഭംഗിയായിട്ടൊന്ന് ചീകി ഒതുക്കി കണ്ണാടിയിൽ നോക്കി നിങ്ങൾ പറയുക, ഐ എം ബ്യൂട്ടിഫുൾ, ഞാൻ സുന്ദരിയാണ്. നമ്മളെ ആദ്യം അംഗീകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സൗന്ദര്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രായത്തിലല്ല, നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ സന്തോഷത്തിലാണ്, നമ്മുടെ ആത്മവിശ്വാസത്തിലാണ്. ഈ പ്രായമാകുക എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ ഈ പ്രായത്തിൻ്റെ അടയാളങ്ങൾ എപ്പോൾ കടന്നു വരണം എന്നുള്ളത് നമ്മൾ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ പരിപാലിക്കുന്നു എന്നതനുസരിച്ചിട്ടിരിക്കും. അതിന് നമ്മൾ ലക്ഷങ്ങൾ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു 4 ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക്, ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇത് വെറുമൊരു ഫേസ് പാക്ക് അല്ല, ഇത് നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ഇതിൽ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് പപ്പായയാണ്. പപ്പായയിൽ വൈറ്റമിൻ എ, സി, ഇ എന്നിവയാൽ സമ്പന്നമാണ്. ഇത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. മാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നതിനും സാഗിങ് ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നതിനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ധാരാളമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു പപ്പായയാണ്. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യം ഒരു ക്യാരറ്റാണ്. ക്യാരറ്റും ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ധാരാളമായിട്ടുള്ള ഒന്നാണ്. മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യം വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിലാണ്. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ തരാനായിട്ടും സ്കിൻ ബ്രൈറ്റൻ ആവാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. നാലാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബാക്കുച്ചി ഓയിലാണ്. ഇത് ഒരു നാച്ചുറൽ റെറ്റിനോൾ എന്ന് പറയാവുന്ന ഒന്നാണ്. ഇത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന ചുളിവുകളും സാഗിങ്ങും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പപ്പായയും ഒരു ക്യാരറ്റുമാണ്. ഇവ രണ്ടും നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. പപ്പായയിൽ പാപ്പെയിൻ എന്ന എൻസൈമുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റൻ ആകാനായിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. ക്യാരറ്റിലാണെങ്കിൽ വൈറ്റമിൻ എയും ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകാനും യുവത്വം നൽകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് ഈ പപ്പായയും ക്യാരറ്റും ഒരു മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ദേ കണ്ടോ,
ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ഇത് കിട്ടണം. വെള്ളമൊന്നും ചേർക്കാനേ പാടില്ല. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിവ രണ്ടും കൂടി അരച്ചെടുക്കാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പേസ്റ്റ് എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് 1 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ശുദ്ധമായ എണ്ണ എടുക്കുക. ഞാനിവിടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു എണ്ണ നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ തരാനും സ്കിൻ നല്ല ബ്രൈറ്റൻ ആകാനായിട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മുടെ പപ്പായ ക്യാരറ്റ് പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരുപാട് നേരം ചൂടാക്കേണ്ട കേട്ടോ, അത് മറന്നു പോകരുത്. ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതേ കണ്ടോ, ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്കിത് കിട്ടും. ഈ എണ്ണയിലാണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നത്. ഇതിൽ പപ്പായയുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ എല്ലാ സത്തുകളും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. 2 പവർഫുൾ ഇൻഗ്രീഡിയൻസ് ഒത്തുചേരുമ്പോൾ കിട്ടുന്ന ഒരു മാജിക്കൽ ഓയിലാണിത്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു ബൗളിലേക്ക് 4 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക. നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ തരാനും പാടുകൾ മായ്ക്കാനും ചുളിവുകളൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് അലോവേറ. സോ നമുക്ക് 4 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്പായ ക്യാരറ്റ് ഓയിൽ ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിക്കണം. അലോവേറ എടുക്കുമ്പോൾ നിങ്ങൾ ഫ്രഷ് അലോവേറ ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നല്ല ബ്രാൻഡിൻ്റെ ഒരു അലോവേറ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മുഖത്തിടുന്ന പാക്കുകളിൽ, പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് പാക്കുകളിൽ ഫ്രഷ് അലോവേറ യൂസ് ചെയ്യാനേ പാടില്ല. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫ്രഷ് അലോവേറ ആണെങ്കിൽ ഇത് നമ്മുടെ മുഖത്ത് ഇച്ചിങ് ഒക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ക്രീമി ആയിട്ടുള്ള ഒരു ഫേസ് പാക്കായിട്ട് നമുക്കിത് കിട്ടും. കണ്ടോ, മിക്സിയിലിട്ട് ഇത് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെയുള്ള പേസ്റ്റായിട്ടാണ് കിട്ടുന്നത്. നല്ല ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് ബാക്കുച്ചി ഓയിലും കൂടി ആഡ് ചെയ്യാം. ഈ ഓയിൽ ഒരു അത്ഭുത ചേരുവയാണ്. റെറ്റിനോളിന് സമാനമായ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ബാക്കുച്ചി ഓയിൽ. ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ ഇല്ലാതാക്കാനും അൺഈവനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റി ഈവൻ ടോൺ ആക്കാനായിട്ടും കൊളാജിനും ഇലാസ്റ്റിനുമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ബാക്കുച്ചി ഓയിൽ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രാങ്കിൻസൻസ് ഓയിലോ അതല്ല എന്നുണ്ടെങ്കിൽ റോസ് ഹിപ്പ് ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ മാജിക്കൽ ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെയുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ 1 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത ക്ലെൻസ് ചെയ്ത ഫേസിൽ വേണം നമ്മുടെ ഈ പാക്ക് ഇടാനായിട്ട്. ആദ്യം നിങ്ങൾ ഈ ഒരു പാക്ക് ഒന്ന് മുഖത്തും അതേപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ രണ്ടാമത് ഒരു ലെയറും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല തിക്ക് ലെയറായിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങളുടെ മുഖം വാഷ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്തൊക്കെയാണോ അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ മുഖത്തുള്ള ചുളിവുകളും അതേപോലെ സാഗിങ്ങും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളിത് ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക. നല്ല ചേഞ്ചസ് നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ കാണാറുണ്ട് പല പാക്കുകളും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാകാറുണ്ട്. തുടർന്നും ഈ ഒരു സപ്പോർട്ട് എനിക്കുണ്ടാകണം. പിന്നെ ഈ 50 എന്ന് പറയുന്നത് ഒന്നിൻ്റെ ഒരു അവസാനമല്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തുടക്കമാണ്. ആ ഒരു യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.